എല്ലാവർക്കും നമസ്കാരം. ഞാൻ രേഷ്മ. ത്രയംബകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് റൈക്കിയിലോട്ട് ഞാൻ എങ്ങനെ വന്നതിന് ശേഷം എനിക്കുള്ള നേട്ടം. റൈക്കിയിലോട്ട് ഞാൻ വന്നിട്ട് ഒരു 8 മാസമായിട്ടുള്ളൂ. മുമ്പ് വരെ ഞാനിങ്ങനെ കുറേ പ്രശ്നത്തിൻ്റെ നടുവിലായിരുന്നു. എന്ത് ചെയ്യണം, എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയാൻ പാടാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. റൈക്കിയിലോട്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 35 രൂപ പോയിന്റ് തൊട്ടടുത്ത് റൈക്കി പഠിപ്പിക്കുന്ന സാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല, 6 വർഷത്തോളമായി അവിടെ അങ്ങനെ ഒരു സ്ഥാപനം വന്നിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അല്ല റൈക്കിയെ ചൂസ് ചെയ്യുന്നത്, റൈക്കിയാണ് നമ്മളെ ചൂസ് ചെയ്യുന്നത്. നമുക്ക് റൈക്കി പഠിക്കാൻ അല്ലെങ്കിൽ റൈക്കി അറ്റൻഡ് ചെയ്യാൻ ഒരു നിയോഗം ഉണ്ടെങ്കിൽ അത് നമ്മളെ തേടിയെത്തും എന്നുള്ള സത്യമാണ്. ഒരു എൻ്റെ കാര്യം വെച്ച് കാര്യം ഞാൻ റൈക്കി എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ട് കാണുന്നത് ഞാനിങ്ങനെ കുറേ മെഡിറ്റേഷനും അതും ഇതൊക്കെ ഇങ്ങനെ കുറേ ഓട്ടമായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഒരു മാമിൻ്റെ തന്നെയാണ് മാം കോഴിക്കോടാണ്. അപ്പോൾ മാമിൻ്റെ ഒരു വീഡിയോ എൻ്റെ കണ്ണിലും അപ്പോൾ ഞാൻ ഇതെന്ത് സംഭവം അങ്ങനെ കേട്ടപ്പോഴേക്കും സംഭവം കൊള്ളാം. അപ്പോൾ ഞാൻ മാമിൻ്റെ എല്ലാ വീഡിയോയും തപ്പിയെടുത്തു. അപ്പോൾ കേട്ടപ്പോൾ സംഭവം കൊള്ളാം, എനിക്ക് ഒന്ന് എങ്ങനെയുണ്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അങ്ങനെ ഞാൻ മാമിനെ കോണ്ടാക്ട് ചെയ്തു. ആദ്യത്തെ ഒരു ഹീലിംഗ് അറ്റൻഡ് ചെയ്തു. സെൽഫ് ഹീലിംഗ് ആണ് ഞാൻ അറ്റൻഡ് ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനായത് ആ ഒരു ഹീലിങ്ങിലൂടെയാണെന്ന് വേണേൽ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ആളോട് നോ പറയാൻ അറിയില്ലായിരുന്നു. ഞാനെല്ലാം ഇങ്ങനെ എന്ത് വന്നാലും ഇങ്ങനെ ചെയ്യണം. എല്ലാ പ്രശ്നത്തിൻ്റെ നടുവിൽ ടെൻഷൻസൊക്കെ പറഞ്ഞിട്ട് പറയേ വേണ്ട. അങ്ങനെ ഭയങ്കര ഒരു ഇതിലാണ് ഞാൻ സെൽഫ് ഹീലിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. ആ ഒരു 21 ദിവസത്തെ ഹീലിംഗ് ആണ് എങ്കിലും എനിക്ക് ഒരാഴ്ച കൊണ്ടൊക്കെ തന്നെ എനിക്ക് നല്ല മാറ്റം. ഞാനൊന്ന് ചിരിക്കാൻ പഠിച്ചത് റൈക്കി വന്നതിന് ശേഷമാണ്. അത്രയ്ക്ക് എനിക്ക് മാറ്റം റൈക്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് തോന്നി സംഭവം കൊള്ളാം. അപ്പം ഞാൻ മാമിനോട് പറഞ്ഞു, മാമി ഇത് പഠിക്കണം. കാര്യം ഇതിങ്ങനെ വെറുതെ ഹീലിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാമിന് പൈസ ഇങ്ങനെ കൊടുക്കാമെന്നേ ഉള്ളൂ. കൊടുക്കാമെന്നുള്ളതല്ല, അതുകൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട്, അത് വേറെ കാര്യം, വെറുതെ കൊടുക്കുന്നതല്ല. അപ്പോൾ മാം അന്നേരം ടീച്ചിങ് എടുത്തേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മാമിന് അത് കൊടുക്കണമെങ്കിൽ പിന്നെയും കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പം മാം പഠിച്ചത് ഇവിടെ എറണാകുളത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ തിരക്കിയപ്പോഴേക്കും ഇവിടെ അടുത്ത് തന്നെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്തു ഓൺലൈനായിട്ട്, ഫസ്റ്റും സെക്കൻഡും. പക്ഷെ എങ്ങനെ ഞാൻ എടുത്തു എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കേട്ടോ. കറക്റ്റ് ഫസ്റ്റ് എടുത്തു, 21 ദിവസമായപ്പോഴേക്കും ഞാൻ സെക്കൻഡ് എടുത്തു. അത് 21 ദിവസമായിട്ട് ഞാൻ തേർഡ് എടുത്തു. നമ്മുടെ 21 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പ്രാക്ടീസ് 21 ദിവസം കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യണം. എങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. 21 ദിവസം നമ്മളത് മുടക്കി കഴിഞ്ഞാൽ വീണ്ടും ഒന്നേന്ന് തൊട്ട് തുടങ്ങണം. കറക്റ്റായിട്ട് ഞാൻ 21 ദിവസം അറ്റൻഡ് ചെയ്തു, സെക്കൻഡ് എടുത്തു. എൻ്റെ ഒരു പൈസ പോലും ഇല്ലാതിരുന്ന സമയത്തായിട്ടോ ഞാനിതെല്ലാം എടുത്തത്. എങ്ങനെ എനിക്ക് പൈസ റെഡിയായി എന്നൊന്നും എനിക്കറിയില്ല. ശരിക്കും അതൊരു മഹാ അത്ഭുതമാണ്, ഭയങ്കര വലിയൊരു സംഭവമാണ്. ഞാൻ തേർഡ് എടുക്കുന്ന സമയത്തായാലും എൻ്റെ പൈസ ഒന്നും റെഡിയായിട്ടില്ല. തലേ ദിവസം വരെ പക്ഷെ എല്ലാം ഞാനിങ്ങനെ എനിക്കത് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. തലേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഞാൻ വന്നത് പൈസയൊക്കെ റെഡിയാക്കി. അങ്ങനെ തന്നെ ഞാൻ പോയി തേർഡ് നേരിട്ടേ കിട്ടുള്ളൂ. തേർഡ് ദീക്ഷ നേരിട്ട് പോയി. പക്ഷേ ഉള്ളൂ എനിക്ക് വന്നൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനായത് റൈക്കി പ്രാക്ടീസ് ചെയ്തതിന് ശേഷം എനിക്ക് വേണ്ട എന്നൊരു സംഭവം അതൊക്കെ ഞാൻ എല്ലാം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് വേണ്ട, ഓക്കെ വേണ്ട, ഞാനത് മാറ്റി. എനിക്ക് മുമ്പോട്ട് പോകണം, എനിക്ക് വേറെ ജോലി, അങ്ങനെയൊക്കെ എനിക്ക് നോക്കിക്കൊണ്ടിരുന്നതും ചെയ്യാനായിട്ട് പറ്റിയതും എല്ലാം ഇതിന് ശേഷമാണ്. അപ്പോൾ നിങ്ങളിലോട്ട് ഈ വീഡിയോ എത്തുവാണെങ്കിൽ നിങ്ങൾ എത്ര പേര് ഇത് ഉൾക്കൊള്ളുമെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ശ്രമിച്ചു നോക്കൂ എന്താണ് റൈക്കി എന്നൊന്നറിയാനെങ്കിലും.
വെറുതെ ഒരാളിങ്ങനെ ഇരുന്ന് പറഞ്ഞ് അയാൾക്ക് കുറേ സംഭവങ്ങൾ കിട്ടി എന്നിങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ ഹീലിംഗ് കൊടുത്തവർക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാനത് മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞു എൻ്റെ കസിൻസൊക്കെ ഉണ്ട്, പിന്നെ അടുത്തുള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഹീലിംഗ് കൊടുത്തിട്ട് നല്ല വ്യത്യാസം, നല്ല റിസൾട്ട്. പിന്നെ ഇവിടെ അടുത്തൊരു മോനുണ്ട്, അവന് സംസാരിക്കാൻ പറ്റത്തില്ല, സംസാരിക്കും പക്ഷെ ഒന്നും ക്ലിയർ ആവില്ലായിരുന്നു. അവൻ ആ ഹീലിംഗ് കൊടുത്തതുകൊണ്ട് അവന് ശരിക്കും അതിന് നല്ല രീതിയിൽ ഹീലിംഗ് ഞാൻ കൊടുത്തു. സാധാരണ ഞാൻ എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ഒരു 7 ദിവസത്തെ ഹീലിംഗൊക്കെ കൊടുത്തിട്ടുള്ളൂ, പക്ഷെ അവന് കുറച്ചധികമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവന് നല്ല വ്യത്യാസമുണ്ട്, അവൻ സംസാരിക്കുന്നത് ഇപ്പം നല്ല രീതിയിൽ ഫ്ലുവൻ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ പ്രോബ്ലംസും, ഫാമിലി ആയിക്കോട്ടെ, നമ്മുടെ ത്രോട്ട് പ്രോബ്ലംസ് ആയിക്കോട്ടെ, നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ ആയിക്കോട്ടെ, എന്തായാലും മണി പ്രോബ്ലംസ് ആയിക്കോട്ടെ, എന്തിനും റേക്കിയിൽ പരിഹാരമുണ്ട്. അപ്പോൾ ഇത്രയും നല്ലൊരു സംഭവം കേട്ട് അറിഞ്ഞിട്ട് വെറുതെ ഇരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. റേക്കിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ റേക്കി ഹീലിംഗ് ആവശ്യമുണ്ടെങ്കിലോ പ്ലീസ് മെസ്സേജ് മീ.